നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് വരുന്ന പ്രയോഗങ്ങളും ശൈലീ രൂപങ്ങളുമാണ്. അതിലൊരെണ്ണമാണ് ഉപ്പും ചോറും. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, അവൻ എൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് എനിക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് അവൻ നന്ദി കാണിച്ചില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ മലയാള ഭാഷയിൽ കേൾക്കാറുണ്ട്. ഈ ഉപ്പും ചോറും എങ്ങനെയാണ് ഭാഷാരൂപമായി ശൈലീ രൂപമായി മലയാളത്തിൽ ഉടലെടുത്തത് എന്നുള്ളത് ഉള്ള ഒരു വിശദീകരണമാണ് ഈ എപ്പിസോഡ്. രാജഭരണകാലത്ത് ആരംഭിച്ച ചില ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പിന്നീട് ജനാധിപത്യ കേരളം ഏറ്റെടുത്തൊരു ശൈലീരൂപമാണ് ഉപ്പും ചോറും. അതായത് ഈ ഉപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഈ ഉപ്പിനെ സംബന്ധിച്ച് ഉപ്പിനകത്ത് വരെ ആ പേരിൽ പോലും അയിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. 1936 മലബാറിൽ ഒരു തീയ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു കടയിൽ ചെന്ന് ഉപ്പ് വേണം, പണം കൊടുത്തിട്ട് ഉപ്പ് വേണം എന്ന് പറഞ്ഞതിന് അയാളെ തല്ലിച്ചതച്ചൊരു സംഭവം നമുക്ക് കേരള ചരിത്രത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവർണ സമൂഹം മുഴുവൻ ഉപ്പ് എന്ന് പറയാൻ പാടില്ല, പറയേണ്ടത് പുളിക്കണത് എന്നേ പറയാം. രാജഭരണകാലത്ത് നിലനിന്നിരുന്ന ഒരു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനത്തിൻ്റെ നിന്നാണ് ഈ ഉപ്പും ചോറുമെന്ന പ്രയോഗം ജനാധിപത്യ കേരളം ദത്തെടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉപ്പും ചോറും എന്ന് പറയുമ്പോൾ തന്നെ ഉപ്പിനൊരു കഥയുണ്ട്, അതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരനായ അവർണ സമൂഹത്തിന് ഒരു കാലത്ത് ഉപ്പ് എന്ന് പറയാൻ പോലും അവകാശമില്ലായിരുന്നു. അവൻ പുളിക്കണത് എന്ന് വേണം പറയാൻ. കാരണം മലബാറിൽ ഒരു തീയ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു കടയിൽ ചെന്ന് ഉപ്പ് വേണം എന്ന് പറഞ്ഞതിന് അയാളെ തല്ലി ചതച്ച ഒരു സംഭവം 1936 കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതുപോലെ മധുരമെന്നോ പഞ്ചസാരയെന്നോ ശർക്കരയെന്നോ പറയാൻ അവകാശമില്ലായിരുന്നു. അവൻ അതിനെ പറയേണ്ടത് ഇനിക്കണത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ മധുരത്തിനും ഉപ്പിനും ഉപ്പുരസത്തിനും ഒക്കെ അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു കാലത്ത് ഈ ഉപ്പിന് ഒരു രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഉപ്പും ചോറും രൂപപ്പെടുന്നത് ഒരു രാജകീയ സംവിധാനത്തിൽ നിന്നാണ്. അതായത് ചാവേറുകൾ എന്ന് നമ്മൾ പറയാറ്. രണ്ടാം ചേര സാമ്രാജ്യം നമുക്കറിയാം AD 800 ആരംഭിക്കുന്നു. 820 അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും 9ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അത് ആരംഭിക്കുന്നു. 1102 മുതൽ 2 വരെ അത് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലെ അവസാനത്തെ രാജാവായിരുന്ന 11 പേർ ഭരിച്ചിരുന്നു എന്നും 13 പേർ ഭരിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അവസാനത്തെ രാജാവായ രാമവർമ്മ കുലശേഖരൻ്റെ ഭരണകാലം 1090 മുതൽ 1102 വരെയായിരുന്നു. ചേരന്മാരും ഈ ചോളന്മാരും തമ്മിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഭരിച്ച കേരള രാജാക്കന്മാരായ പെരുമാക്കന്മാർ അഥവാ ചേരന്മാരും ചോള രാജാക്കന്മാരും തമ്മിൽ നിരന്തരം യുദ്ധത്തിലായിരുന്നു. കാരണം അന്നത്തെ ഒരു രാജാവിൻ്റെ വീരത്വം അയാൾ ഔന്നത്യമൊക്കെ പ്രകടിപ്പിക്കുന്നത് അന്യ രാജാക്കന്മാരുടെ തലസ്ഥാന നഗരിയും അവരുടെ രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കിക്കൊണ്ടാണ്. അങ്ങനെ അവരവരുടെ മിടുക്കും പ്രാഗൽഭ്യവും തെളിയിക്കുന്നതിന് വേണ്ടി ചേരന്മാരും ചോളന്മാരും നിരന്തരം യുദ്ധത്തിലായിരുന്നു. അതിന് നൂറ്റാണ്ട് യുദ്ധം എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും നൂറ്റാണ്ടിലേറെക്കാലം ചോളന്മാരും ചേരന്മാരും തമ്മിൽ നിരന്തരം യുദ്ധത്തിലായിരുന്നു. ഈ യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ അവസാനത്തെ ചേര രാജാവായ രാമവർമ്മ കുലശേഖരൻ, ഞാൻ നേരത്തെ പറഞ്ഞ 1090 മുതൽ 1102 വരെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഭരിച്ച രാമവർമ്മ കുലശേഖരൻ പുതിയ ഒരു സമ്പ്രദായം ലോകത്താദ്യമായി അവതരിപ്പിച്ചു. അതാണ് ചാവേറുകൾ. ചാവേറുകൾക്കൊരു മുദ്രാവാക്യമുണ്ട്: ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ പടക്കളത്തിൽ മരിക്കുക. കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് യുദ്ധ നിയമങ്ങളൊന്നും പാലിക്കാതെ ശത്രുപാളയത്തിലേക്ക് പാതിരാത്രി എരച്ചു കയറി തീയിട്ട് ശത്രുക്കളുടെ ടെൻറ്റുകളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അവർ കേരളത്തിലെ ചാവേറുകൾ സ്വീകരിച്ചത്.
അവരുടെ വേഷത്തിനെ കുറിച്ച് ഫോർബ്സിനെ പോലെയുള്ള വിദേശികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പുരികവും തലയും പുരികവും താടിയും വടിക്കും. അതിനുശേഷം ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു മാല ചാർത്തും. അത് കഴിഞ്ഞതിന് ശേഷം വാളുമായി ഇവർ പാഞ്ഞടുക്കുകയാണ്. അലറി കൊലവിളിയോടുകൂടി അലറി അടുക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും. തീ കൊണ്ടാണ് അവരുടെ കളി മുഴുവൻ. കിട്ടുന്നതിന് മുഴുവൻ, ആണാകട്ടെ പെണ്ണാകട്ടെ കുട്ടികളാകട്ടെ, ഇതൊന്നും ഒരു നോട്ടവുമില്ല. കൊന്ന് കൊല വിളിക്കുക എന്ന് പറയുന്ന പ്രയോഗം പോലും ഉണ്ടായത് ചാവേറുകളിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അതായിരുന്നു ചാവേറുകൾ. അപ്പോൾ ഈ ചാവേറുകളെ കണ്ടാൽ മറ്റേതോ ലോകത്ത് നിന്ന് വന്ന ഭീകരജീവികളെന്ന് തോന്നുമെന്നാണ് വിദേശികൾ അതിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ചാവേറുകളെ നിയമിക്കുന്നതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അതായത് ചാവേറുകളായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു യുവാവിനെ ചാവേറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇയാൾ കൊട്ടാരത്തിന്റെ പൂമുഖത്തിൽ വരണം. അന്നത്തെ രാജാവ് ഒരു തളികയിൽ കുറച്ച് ചോറും കുറച്ചുപ്പും ഇട്ട് നന്നായി അതിനെ കലർത്തും. കലർത്തിയതിനു ശേഷം പ്രമാണിമാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും ഈ ചാവേറുകളാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന യുവാക്കളുടെയും മുമ്പിൽ വെച്ച് ഒരു പിടി പറ്റ്, അത് ഒരു പിടി വറ്റ്, ഈ ഉപ്പ് കലർത്തി ഒരു പിടി വറ്റ് പരസ്യമായി രാജാവ് എടുത്ത് തിന്നും. തിന്നതിന് ശേഷം ഓരോ ചാവീരന്മാരെയും വിളിച്ചിട്ട് അവർക്ക് ഓരോ വറ്റെടുത്ത് പായിലേക്ക് കൊടുക്കും. അവരത് ഭക്ഷിക്കും. അപ്പോൾ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ ചാവീരനായി. അടുത്തയാളെ വിളിച്ചു, അയാൾക്കും കൊടുത്തു. അങ്ങനെ ക്യൂ നിൽക്കുന്ന ഓരോ ചാവീരനാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും ഈ ഉപ്പും വറ്റും എടുത്ത് വായിലേക്ക് ഇട്ട് കൊടുക്കുകയും അവർ അത് കഴിച്ചു കഴിഞ്ഞാൽ ചാവീരന്മാരായി മാറുകയും ചെയ്യും. അവർക്ക് പിന്നെ നിയമങ്ങളൊന്നും ബാധകമല്ല. യുദ്ധ നിയമങ്ങളോ സാമൂഹ്യ നിയമങ്ങളോ ഒരു നിയമവും ബാധകമല്ല. കൊല്ലുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുദ്രാവാക്യം. അവരുടെ രൂപത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. തലയും പുരികവും താടിയും ഒക്കെ വെടിച്ച് ചെമ്പരത്തിപ്പൂ മാലയും ധരിച്ചുകൊണ്ടായിരിക്കും അവർ പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ആളുകൾ സാധാരണഗതിയിൽ അത് മരിച്ചു പോകാറാണ് പതിവ്. ഇവർക്ക് വേണ്ടി ആജീവനാന്തം ആ കുടുംബാംഗങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ച് നിലങ്ങൾ, അവർക്ക് കരം ഇല്ലാതെ നികുതിയില്ലാതെ രാജാവ് ചാർത്തി കൊടുക്കും. അപ്പൊ ആയുഷ്കാലം 2, 3, 4, 5 തലമുറകൾക്ക് ജീവിക്കാനുള്ള ഭൂസ്വത്ത് സൗജന്യമായി കിട്ടും എന്നുള്ളതാണ് ഇവർക്ക് ഉള്ള ഏക നേട്ടം. അപ്പൊ ഇതിന് സാധാരണ പറയുന്നത് വിരുത്തി എന്നാണ്. ചാവേറ്റു വിരുത്തി എന്ന് പറയും. ചാവീരന്മാർക്ക് സൗജന്യമായി ചാർത്തി കൊടുക്കുന്ന ഭൂമിക്കാണ് ചാവേറ്റു വിരുത്തി എന്ന് പറയുന്നത്. ഇനി അഥവാ ഏതെങ്കിലും ഒരു ചാവീരൻ അയാളുടെ ഡ്യൂട്ടി ചെയ്യാതെ അയാൾ മാറി നിന്നാൽ അയാൾക്ക് സൗജന്യമായി കൊടുത്ത ഭൂമി തിരിച്ചെടുക്കുവാനും രാജാവിന് അവകാശമുണ്ട്. ഇത്തരം ചാവീരന്മാരുടെ എത്രയോ കഥകൾ നമുക്ക് ഈ പഴയ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞത് 1102 ചാവീരന്മാരെ കുറിച്ചാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് മാമാങ്കത്തിലെയാണ്. മാമാങ്കം നമുക്ക് നിള തീരത്ത് വെച്ച് 12 കൊല്ലത്തിൽ വെച്ച് നടക്കുന്ന വലിയൊരു യുദ്ധാഘോഷമാണ് മാമാങ്കം എന്ന് പറയും. ഈ മാമാങ്കത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന രാജാവിന് ഉന്നതമായ പദവി കൽപ്പിച്ചിരുന്നു. അപ്പോൾ മലബാറിലെ വള്ളുവ കോനാതിരിയായിരുന്നു ആദ്യത്തെ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ഒരു വലിയൊരു ആഘോഷമായി അത് നിളാതീരത്ത് ആഘോഷിച്ചിരുന്നു. മാഘമഖമാണ് മാമാങ്കമായി മാറിയത് എന്ന് പറയും. ഏതായാലും കുംഭമാസത്തിലെ മകൻ നക്ഷത്രത്തിലാണത് നടത്താറുള്ളത്. അപ്പോൾ ഇത് സാമൂതിരി വള്ളുവ കോനാതിരിയെ തോൽപ്പിച്ച് അധ്യക്ഷ സ്ഥാനം കോഴിക്കോട് സാമൂതിരി കൈയടക്കി. ഇത് തിരിച്ചു പിടിക്കുന്നതിനായി എല്ലാ മാമാങ്ക നാളുകളിലും വള്ളുവ കോനാതിരി ചാവേറുകളെ അയക്കും. ചാവേറുകൾ ഇവിടെ വരും, യുദ്ധം ചെയ്യും, പടക്കളത്തിൽ മരിച്ചു വീഴും. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ചാവീരന്മാർ നിളാതീരത്ത് ആത്മബലി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊന്നുള്ളത് മാർത്താണ്ഡവർമ്മ. നമുക്കറിയാം, കേരളത്തിലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരവും കന്യാകുമാരിയുടെയും ജില്ലയുടെ വലിപ്പം മാത്രം ഉണ്ടായിരുന്ന പഴയ തിരുവിതാംകോടിനെ
ഇന്നത്തെ ചേർത്തല വരെയുള്ള പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആധുനിക വിശാല തിരുവിതാംകൂറാക്കി മാറ്റിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെന്ന് നമുക്കറിയാം. 1734 അദ്ദേഹം കായംകുളം ആക്രമിക്കുന്നു. കായംകുളത്തിനടുത്ത് പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് നടന്ന യുദ്ധത്തിൽ കായംകുളം രാജാവിനെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം വധിച്ചു, വെട്ടിക്കൊന്നു. സാധാരണഗതിയിൽ ധർമ്മയുദ്ധത്തിൽ ഒരിക്കലും രാജാക്കന്മാരെ വധിക്കാൻ നിയമമില്ല. രാജാക്കന്മാരെ സാധാരണഗതിയിൽ തടങ്കലിൽ പിടിച്ച് തടങ്കലിൽ പാർപ്പിക്കാറാണ്. പക്ഷേ ഇവിടെ ആ ധർമ്മയുദ്ധ നിയമം ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഇതിൽ ധർമ്മരോക്ഷം കൊണ്ട് കായംകുളത്തെ പടയാളികൾ 300 ചാവീരന്മാരായി മാറുകയാണ്. 300 പേർ അവർ ചാവീരന്മാരായി തിരുവിതാംകൂറിനെ ആക്രമിക്കുകയും ഈ 300-ൽ അവസാനത്തെയാളും മരിച്ചു വീഴുന്നത് വരെ തിരുവിതാംകൂറിനെതിരെ അവർ പോരാടുകയും ചെയ്തു. അങ്ങനെ ചാവീരന്മാരുടെ വീരകഥകൾ ധാരാളവും. ഒരുപക്ഷെ കേരളത്തിൽ ആരംഭിച്ച ചാവീര സമ്പ്രദായം, അതായത് ഈ ചാവേർപ്പട സമ്പ്രദായത്തിന് യൂറോപ്പിൽ പല രാജ്യങ്ങളും അനുകരിച്ചതായി പിൽക്കാലത്ത് ഗവേഷകർ, ചരിത്ര പണ്ഡിതന്മാരൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഏതായാലും ജപ്പാനിൽ 1940-കൾ വരെ, അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ വരെ ഹരാഗിരി എന്ന പേരിൽ അവിടെ ഒരു ചാവീര സംഘം ഉണ്ടായിരുന്നു. ആ ചാവീര സംഘത്തിൻ്റെ സേവനം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾക്കെതിരെ ജപ്പാൻ ഉപയോഗപ്പെടുത്തി എന്നും ചരിത്രരേഖകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു വളരെ സവിശേഷമായ ഒരു കാര്യമെന്ന് പറയുന്നത്, തിരുവിതാംകൂറിലെയും ഒരുപക്ഷെ കേരളത്തിലെ തന്നെ രാജാക്കന്മാർ അധികാരമേൽക്കുമ്പോൾ ഈ ചാവീരന്മാരെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ചാവീരന്മാർ രാജാവ് മരിക്കുമ്പോൾ ആത്മാഹൂതി നടത്താനും ബാധ്യതപ്പെട്ടവരാണ്. ചില നാട്ടുരാജ്യങ്ങൾക്ക് അത് നടന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ചാവീരന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, രാജാവ് അധികാരമേൽക്കുന്ന സമയത്ത് പറയുന്നൊരു മന്ത്രമുണ്ട്: ഗോ ബ്രാഹ്മണേ സുഖമസ്തു നിത്യം ലോകോ സമസ്ത സുഖനോ ഭവന്തു. നമ്മളിപ്പോൾ പറയുന്ന ലോകോ സമസ്ത സുഖനോ ഭവന്തു എന്ന് മാത്രമാണ്, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ. പക്ഷെ അതിനു മുമ്പുള്ളവർ പലരും പറയാറില്ല ഗോ ബ്രാഹ്മണേ, ഗോ പശു, ബ്രാഹ്മണേ ബ്രാഹ്മണം. അങ്ങനെ പശുവും ബ്രാഹ്മണനും ഗോ ബ്രാഹ്മണേ സുഖമസ്തു നിത്യം, അവർ എന്നും സുഖമായിരുന്നാൽ ലോകത്തിന് സൗഖ്യം ലഭിക്കും എന്നുള്ള സത്യപ്രതിജ്ഞയോടുകൂടി അവരൊരു വലിയൊരു മന്ത്രമാണ് പറയുന്നത്. ആ മന്ത്രത്തിലെ 2 വരിയാണ് ഞാൻ പറയുന്നത്: ഗോ ബ്രാഹ്മണേ സുഖമസ്തു നിത്യം ലോകോ സമസ്ത സുഖനോ ഭവന്തു എന്ന് ഈ ചാവീരന്മാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് രാജാവ് ചൊല്ലിയാണ് ആ കാലഘട്ടത്തിൽ അധികാരമേൽക്കുന്നത്. ആ അധികാരമേറ്റു കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ അന്ത്യസമയത്ത് അദ്ദേഹത്തെ ചിതയിലേക്ക് എടുക്കുമ്പോൾ ആ ചിതയിൽ ചാടി, സതി പോലെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ബാധ്യത കൂടി ചില രാജ്യത്തെ ചാവീരന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു വളരെ 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 ഒരുപക്ഷെ വീരത്വത്തിൻ്റെയൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അതിശക്തമായ ഒരു അനാചാരവും കേരളത്തിൽ നിലനിന്നിരുന്നു എന്ന് ഉപ്പും ചോറും എന്ന പ്രയോഗത്തിലൂടെ, ചാവീരവരണം എന്ന പ്രയോഗത്തിലൂടെ, ചാവേറ്റു വിരുത്തി എന്ന ആ പ്രയോഗത്തിലൂടെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നന്ദി.